Hello everyone, good morning. Hybrid Center for Education, Balaramapuram. PSC ക്ലാസ്സുകൾ കേട്ടിട്ട് +1 +2 സ്പെഷ്യൽ ട്യൂഷൻസ് എല്ലാം ഹൈബ്രിഡിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കേട്ടിട്ട് എക്സാം കഴിഞ്ഞല്ലോ, എല്ലാവരും നന്നായിട്ട് എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേട്ടിട്ട് എക്സാമിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ റിവൈസ് ചെയ്യുന്നത്. കാറ്റഗറി 1 സെറ്റ് എ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് റിവൈസ് ചെയ്യുന്നത്. എല്ലാം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം, ബാക്കി സബ്ജക്റ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മൾ ആദ്യത്തെ കാറ്റഗറി 1-ൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ വായിക്കുന്നത്. പാരഗ്രാഫ് നമ്മൾ വായിച്ച സമയം കളയുന്നില്ല, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് അതിൻ്റെ ആൻസർ ചെയ്യുക. ഇനി വായിച്ചോളൂ. CV പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത നൈപുണ്യെ വിശേഷിപ്പിക്കുന്നതെന്ന്? ഓപ്ഷൻ എ ദുരന്തബോധം സൃഷ്ടിക്കൽ, ബി വിധിയുടെ അലംഘനീയത വ്യക്തമാക്കൽ, സി അമൂർത്ത വികാരങ്ങളെ ആവിഷ്കരിക്കൽ, ഡി വേഷപ്രച്ഛന്നത ആവിഷ്കരിക്കൽ. CV പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത നൈപുണ്യായി വിശേഷിപ്പിക്കുന്നത് എന്ത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അതൊന്ന് വായിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാരഗ്രാഫ് മനസ്സിരുത്തി വായിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. അമൂർത്ത വികാരങ്ങളെ ആവിഷ്കരിക്കൽ എന്നതാണ് ഉത്തരം. ഓപ്ഷൻ സി, അമൂർത്ത വികാരങ്ങളെ ആവിഷ്കരിക്കൽ. ഇനി 92ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം, വായിച്ചോളൂ. CVയെ നിത്യസ്മരണീയനാക്കുന്നത് എന്ത്? എ ചരിത്രാഖ്യായിയെ ഒരു സാഹിത്യശാഖയായി പ്രതിഷ്ഠിച്ചതിനാൽ, ബി പരീക്ഷണ രചനകൾ നിർവഹിച്ചതിനാൽ, സി ദുർഗ്രഹമായ രചനാരീതി സ്വീകരിച്ചതിനാൽ, ഡി നോവലുകളിലൂടെ ആസ്വാദകരെ പ്രീണിപ്പിച്ചതിനാൽ. CVയെ നിത്യസ്മരണീയനാക്കുന്നതെന്ത്? അതായത് മറ്റ് നോവലിസ്റ്റുകളിൽ നിന്നും CVയെ വ്യത്യസ്തമാക്കുന്ന ഘടകമെന്തെന്നാണ്. ചരിത്ര ആഖ്യായികയെ ഒരു സാഹിത്യ ശാഖയായി പ്രതിഷ്ഠിച്ചതിനാൽ എന്നാണ്. അതാണ് ഉത്തരം. ഓപ്ഷൻ എ, ചരിത്ര ആഖ്യായികയെ ഒരു സാഹിത്യ ശാഖയായി പ്രതിഷ്ഠിച്ചതിനാൽ. ഇനി ചോദ്യം 93. മഹാന്മാരായ സാഹിത്യകാരന്മാരുടെ ലക്ഷണമായി സൂചിപ്പിക്കുന്നത് എന്ത്? എ ദുർഗ്രഹത സൃഷ്ടിക്കുന്നു, ബി അനുവാചകന് സൃഷ്ടിക്കകത്ത് സ്ഥാനം നൽകുന്നു, സി അനുവാചകനെ അത്ഭുതപ്പെടുത്തുന്നു, ഡി ധർമാധർമ്മ വിശകലനം നിർവഹിക്കുന്നു. മഹാന്മാരായ സാഹിത്യകാരന്മാരുടെ ലക്ഷണമായി സൂചിപ്പിക്കുന്നത് എന്ത്? വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുവാചകന് സൃഷ്ടിക്കകത്ത് സ്ഥാനം നൽകുന്നു എന്നതാണ് ആൻസർ. ക്വസ്റ്റ്യൻ 94. CVയുടെ കൃതികളിലെ ക്രാഫ്റ്റ് പ്രത്യക്ഷീകരിച്ചിരിക്കുന്നത് സ്വീകരിച്ച മാർഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? എ തലകീഴ് മറിഞ്ഞ വാചക കസർത്ത്, ബി ക്ലിഷ്ടാർത്ഥ ദുരൂഹത, സി പ്രചാരലുപ്ത പദങ്ങളുടെ സന്നിവേശം, ഡി ക്ലാസിക് ഉദ്ധരണി. CVയുടെ കൃതികളിലെ ക്രാഫ്റ്റ് പ്രത്യക്ഷീകരിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തെന്നാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ക്ലാസിക് ഉദ്ധരണികളാണ്. അതാണ് CVയുടെ കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത ചോദ്യം 95ാമത്തേതാണ്, വായിച്ചോളൂ. കലാസൃഷ്ടിയുമായി ബന്ധപ്പെട്ട സാമാന്യ തത്വങ്ങളുടെ സവിശേഷതയെ വിശേഷിപ്പിക്കുന്നത്? എ അമൂർത്തത, ബി ദുർഗ്രഹത, സി പാശ്ചാത്യ മേൽക്കോയ്മ, സി സാർവജനീനത്വം. കലാസൃഷ്ടിയുമായി ബന്ധപ്പെട്ട സാമാന്യ തത്വങ്ങളുടെ സവിശേഷതയായി വിശേഷിപ്പിക്കുന്നത് എപ്പോഴും അത് സാർവജനീനത്വം തന്നെയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാർവജനീനത്വം. ഇനി 96 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഒരു കവിതാ ഭാഗം തന്നിട്ടുണ്ട്. ആ ഭാഗം വ്യക്തമായി വായിച്ച ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 96ാമത്തെ ചോദ്യം. പൂവുകൾക്ക് മീതെ പാഞ്ഞു പോയത് എന്താണ്? എ പ്രഭാപുരം, ബി ചന്ദീജ്വാല, സി കാലപ്രവാഹം, ഡി നവോന്മേഷധാര. പൂവുകൾക്ക് മീതെ പാഞ്ഞു പോയത് എന്താണ്? ഈ കവിതയുടെ നിങ്ങൾ വായിച്ചപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. പൂവിനെ കുറിച്ചാണ് കവിത. 2 തരത്തിലുള്ള പൂവിനെ കുറിച്ചാണ് കവിത. ഒന്ന് പ്രകൃതിയിലെ പൂവ്, 2 കവിയുടെ മനസ്സിൽ വിരിഞ്ഞ പൂവ്. അപ്പോൾ പ്രകൃതിയിലെ പൂവിൻ്റെ സവിശേഷത പറയുന്നതിനോടൊപ്പം കവിയിലെ മനസ്സിൽ വിരിഞ്ഞ പൂവിൻ്റെ സവിശേഷതയും കൂടി പറയുകയാണ് ഇവിടെ. ഏറ്റവും ഒടുവിൽ ഏത് തരത്തിലുള്ള പൂവാണ് ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ആശയമായി വരുന്നത്. അപ്പോൾ കവിത നല്ലോണം വായിക്കുക. ചോദ്യം പൂവുകൾക്ക് മീതെ പാഞ്ഞു പോയത് എന്താണെന്നാണ്. പ്രഭാപൂരം, ചന്ദീജ്വാല, കാലപ്രവാഹം, നവോന്മേഷധാര. സംശയത്തിന് ഒരു ഇടയില്ല അവിടെ. ഓപ്ഷൻ സി കാലപ്രവാഹം എന്നുള്ളതാണ് ഉത്തരം. ഇനി 97ാമത്തെ ചോദ്യം. ഭാവനാ സന്തതമാം സുന്ദര പ്രസുനമോ
ഭാസുരതരമായി വിളങ്ങിയവൻ താരപ്പോൾ. ഈ വരികളിലെ ചമൽക്കാര സവിശേഷത എന്ത്? എ. സാദൃശ്യകൽപ്പന, ബി. അവർണ്യമാണോ എന്ന ആശങ്ക, സി. സാദൃശ്യത്തിൽ ഉണ്ടാകുന്ന സ്മൃതി, ഡി. ബിംബപ്രതിബിംബ കൽപ്പന. അത് ശ്രദ്ധിച്ചു വായിക്കേണ്ട വരികളാണ്. ഭാവനാസന്താനമാം സുന്ദരപ്രസൂനമോ ഭാസുരതരമായി വിളങ്ങി വെൺതാരപോൽ. ഇവിടെ ഈ വരികളിലെ ചമൽക്കാര സവിശേഷത എന്ത്? അലങ്കാരങ്ങൾ നമ്മുടെ മനസ്സിൽ വ്യക്തമാണെങ്കിൽ അത് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഒരുപക്ഷെ അവർണ്യം വർണ്യമാണോ എന്ന ആശങ്കയാണ് ഈ വരികളിലെന്ന് തോന്നും ഈ രണ്ട് വരി മാത്രം വായിക്കുമ്പോൾ. പിന്നെ സാദൃശ്യത്താൽ ഉണ്ടാകുന്ന സ്മൃതിയാണോ, ബിംബ പ്രതിബിംബ കൽപ്പനയാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഉത്തരം സാദൃശ്യ കൽപ്പനയാണ്. ഓപ്ഷൻ എ സാദൃശ്യ കൽപ്പനയാണ്. അതിനുള്ള കാരണം അവിടെ തന്നെ വ്യക്തമാണ്. ഭാസുരതരമായി വിളങ്ങി വെൺതാരപോൽ. വെൺതാരപോൽ, അപ്പോൾ ആ താരകം പോലെ ഭാസുരതരമായി വിളങ്ങി, അപ്പോൾ അതുപോലെ ഇത് എന്നവിടെ വ്യക്തമായി പറയുന്നതുകൊണ്ട് അവിടെ നമുക്ക് ഉപമയാണെന്ന് തന്നെ സങ്കല്പിക്കാം. സാദൃശ്യ കൽപ്പന എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 98. കവിതയുടെ കേന്ദ്രാശയമായി സൂചിപ്പിക്കാവുന്നത് ഏത്? എ. ഭാവനയുടെ ഔന്നത്യം, ബി. പൂവിന്റെ വളർച്ച, സി. പ്രകൃതിയുടെ സൗന്ദര്യം, ഡി. കാലത്തിന്റെ അധ്യക്ഷത. 98ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കവിതയുടെ കേന്ദ്രാശയമായി സൂചിപ്പിക്കുന്ന എന്താണ്? അപ്പോൾ ഒരു കവിത വായിച്ചിട്ട് അതിൻ്റെ കേന്ദ്രാശയം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വായിച്ചിട്ട് അതിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നതിന് എന്നതിനപ്പുറത്തേക്ക് ആ കവിതയുടെ ആശയം എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നല്ല കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണിത്. കവിതയുടെ കേന്ദ്രാശയമായി സൂചിപ്പിക്കാവുന്നത് എന്ത്? ഭാവനയുടെ ഔന്നത്യം, പൂവിൻ്റെ വളർച്ച, പ്രകൃതിയുടെ സൗന്ദര്യം, കാലത്തിൻ്റെ അധൃഷ്ട്യത. അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യമാണെന്ന് നമുക്ക് തോന്നും. പൂവിൻ്റെ വളർച്ച, ഏകദേശം പേരും എനിക്ക് തോന്നുന്നു പൂവിൻ്റെ വളർച്ച എന്ന് എഴുതും. കാരണം ഇതിന് പൂവിനെ കുറിച്ചാണ് പറയുന്നത്. പൂവിനെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, കാലത്തെക്കുറിച്ച്, പൂവ് വളരുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും മിക്കവാറും എല്ലാവരും പൂവിൻ്റെ വളർച്ച എന്നായിരിക്കും എഴുതുന്നത്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഈ കവിതയുടെ ആശയം എന്ത് എന്നുള്ളതാണ്. ഈ കവിതയുടെ ആശയം ഏറ്റവും അവസാനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഭാവന സന്താനമം സുന്ദരപ്രസൂനമോ ഭാസുരതരമായി വിളങ്ങി വെൺതാരപോൽ എന്ന് വെച്ചാൽ പ്രകൃതിയിലുണ്ടായ പൂവ് അത് കാലപ്രവാഹത്തിൽ മറഞ്ഞു പോയേക്കാം. എന്നാൽ കവിയുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന പൂവ് അത് ശരിക്കും കാവ്യമാണെന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കാം. ആ പൂവ് കാവ്യമാണ്. ആ കാവ്യം കാലാകാലങ്ങളോളം നിലനിൽക്കും. അവിടെ കാലപ്രവാഹത്തിൽ ഒരു പ്രകൃതിയുടെ പുഷ്പം മറഞ്ഞാലും കവിയുടെ ഉള്ളിലെ ഭാവനയാകുന്ന പുഷ്പം എന്നും പരിലസിച്ച് നിൽക്കും എന്ന് പറയുന്നിടത്ത് എന്തായിരിക്കും ഉത്തരം? ഭാവനയുടെ ഔന്നത്യമാണ്. ആ ഭാവനയുടെ ഔന്നത്യം കാലാന്തരത്തോളം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭാവനയുടെ ഔന്നത്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രകൃതിയിലെ പൂവിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? എ. മണ്ണിൽ നിന്നും നിർമ്മിച്ചു, ബി. കവിയിൽ അസൂയ ജനിപ്പിച്ചു, സി. കാഴ്ചയ്ക്കും മനസ്സിനും കുളിരേറ്റി, ഡി. കാലപ്രവാഹത്തിൽ മറഞ്ഞു. പ്രകൃതിയിലെ പൂവിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. മണ്ണിൽ നിന്ന് നിർമ്മിച്ചു. പ്രകൃതിയിലെ പൂവ് ആ വരികളുടെ തുടക്കത്തിൽ തന്നെ പറയുന്നു മണ്ണിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടു. ഇനി കവിയിൽ അസൂയ ജനിപ്പിച്ചു, കാഴ്ചയ്ക്കും മനസ്സിനും കുളിരേകി, കാലപ്രവാഹത്തിൽ മറഞ്ഞു. ഇതിൽ യോജിക്കാത്തത് ഒരേ ഒരു പ്രസ്താവനയാണ്, കവിയിൽ അസൂയ ജനിപ്പിച്ചു എന്നുള്ളതാണ്. ബാക്കി 3 ഓപ്ഷനും പൂവിനെ സംബന്ധിച്ച് ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കവിയിൽ അസൂയ ജനിപ്പിച്ചു. അടുത്ത ചോദ്യം. കാമനീയം എന്ന പദത്തിന്റെ അർത്ഥം? എ. സുഗന്ധം, ബി. ഉന്മേഷം, സി. സൗന്ദര്യം, ഡി. പ്രകാശം. കാമനീയകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. കമനീയം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കമനീയം എന്നാൽ മനോഹരം എന്നാണ് അർത്ഥം. അപ്പോൾ കാമനീയം എന്നാൽ സൗന്ദര്യം എന്നാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, സൗന്ദര്യം. ഇനി 101ാമത്തെ ചോദ്യം. ബുദ്ധിയുടെ ബഹുമുഖങ്ങളിൽ അമൂർത്ത ചിന്തനത്തിന് സഹായമേകുന്നത് ഏത്? എ. ഭാഷാപരമായ ബുദ്ധി, ബി. ദൃശ്യസ്ഥലപര ബുദ്ധി, സി. ആന്തരിക വൈയക്തിക ബുദ്ധി, ഡി. യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ബുദ്ധിയുടെ ബഹുമുഖങ്ങളിൽ അമൂർത്ത ചിന്തനത്തിന് സഹായകമാകുന്നത് എന്ത്? അമൂർത്ത ചിന്തനം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയേണ്ട ആശയവും ഭാവനയുമാണ് നമ്മൾ ഓർക്കണം. ഭാഷാപരമായ ബുദ്ധി അതിൽ പെടില്ല. അതൊരു കുട്ടി ജനിച്ച ശേഷം പഠിച്ചെടുക്കുന്ന ഭാഷയിൽ ചിന്തിക്കില്ല. നമ്മൾ ഭാഷ സംസാരിക്കും, പക്ഷെ ഭാഷയിൽ നമ്മൾ ചിന്തിക്കാറില്ല. ഇനി ദൃശ്യസ്ഥലപര ബുദ്ധി അതുമല്ല. ആന്തരിക വൈയക്തിക ബുദ്ധിയാണോ എന്ന് തോന്നും. ഉത്തരം അതുമല്ല.
യുക്തിപരവും യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. അപ്പോൾ തന്നെ ഓർക്കുക, ഒരാളുടെ യുക്തിചിന്തയും ഗണിതത്തിലുള്ള സമീപനവുമാണ് നമ്മുടെ അമൂർത്ത വികാരങ്ങളെ സൃഷ്ടിക്കുന്നത്. മാത്സൊക്കെ ഓർത്താൽ മതി. നമ്മളത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു പദം കേൾക്കുമ്പോൾ തന്നെ, സ്ക്വയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനൊരു സ്ക്വയറിൻ്റെ രൂപം വരണം, അമൂർത്തമായ രൂപം വരണം. അപ്പോൾ ഉത്തരം അതാണ്, ഓപ്ഷൻ ഡി ആണ്. യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ സാമ്പ്രദായിക പരീക്ഷാ രീതിയുടെ സവിശേഷത ഏത്? എ. കുട്ടിയുടെ സൃഷ്ടിപരത മുഖ്യമായി പരിഗണിക്കുന്നു. ബി. വ്യക്തികൾക്ക് റാഗ് നൽകി താരതമ്യം ചെയ്യുക എന്നത് പ്രധാന ലക്ഷ്യമാകുന്നു. സി. കുട്ടികളിൽ വികസിക്കേണ്ട യഥാർത്ഥ ജീവിതശേഷികളെ പരിഗണിക്കുന്നു. ഡി. ഓരോ കുട്ടികളുടെയും വായനയിലെ ശക്തി ദൗർബല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. താഴെ പറയുന്നവയിൽ സാമ്പ്രദായിക പരീക്ഷാ രീതിയുടെ, അതായത് നമ്മൾ കാലാകാലങ്ങളായി അനുവർത്തിച്ച് വരുന്ന ഒരു പരീക്ഷാ രീതിയുടെ സവിശേഷത എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തികൾക്ക് റാങ്ക് നൽകി താരതമ്യം ചെയ്യുക എന്നത് പ്രധാന ലക്ഷ്യമാകുന്നത് എല്ലാ പരീക്ഷയുടെയും ലക്ഷ്യം തന്നെയാണ്. കുട്ടികളിൽ വികസിക്കേണ്ട യഥാർത്ഥ ജീവിതശേഷികളെ പരിഗണിക്കുന്നു. അതും എല്ലാ കാലത്തും ആ പരീക്ഷയുടെ മാനദണ്ഡം അത് തന്നെയാണ്. ഓരോ കുട്ടിയുടെയും വായനയിലെ ശക്തി ദൗർബല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത് എപ്പോഴും അങ്ങനെയാണ്. പഠനം എപ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. കുട്ടിയുടെ സൃഷ്ടിപരത മുഖ്യമായി പരിഗണിക്കും. നമ്മളൊരു പരീക്ഷ നടത്തുന്നതോ ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിലൊന്ന് അസസ് ചെയ്യുന്നതോ ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഇന്നല്ല, ഇന്നലെയും നാളെയും ഒക്കെ എന്തിനു വേണ്ടിയാണ്? കുട്ടിയുടെ സൃഷ്ടിപരത നമ്മൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടി എത്രത്തോളം വളരുമോ ആ രീതിയിലേക്ക് എത്തണം എന്നതാണ് എക്സാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. കുട്ടിയുടെ സൃഷ്ടിപരത മുഖ്യമായി പരിഗണിക്കുന്നു എന്നതാണ് ഉത്തരം, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 103. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്ന ശരിയായ ആശയം ഏത്? എ. ഒരു പ്രവൃത്തി കൊണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങൾ സാധിക്കൽ. ബി. ദുഷ്ടത ചെറുതായാലും പ്രത്യാഖ്യാതം വലുതായിരിക്കും. സി. വിജയത്തിന് പിന്നാലെ തോൽവിയും ഉണ്ടാകാം. ഡി. സാമർഥ്യമുണ്ടെങ്കിൽ നേട്ടം കൂടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് പഴഞ്ചൊല്ലുകൾ, ശൈലികളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളത് ആ കൊച്ചുകുട്ടിക്ക് പോലും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന ഒന്നാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി കൊണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുക. അത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ഒരു പ്രവൃത്തി കൊണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങൾ സാധിക്കൽ. അടുത്ത ചോദ്യം. അന്ധകാര നഴി ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? എ. യാത്രാ വിവരണം. ബി. ആത്മകഥ. സി. നോവൽ. ഡി. നാടകം. അന്ധകാരനഴി ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? യാത്രാവിവരണമല്ല, ആത്മകഥയല്ല, നാടകവുമല്ല. അത് നോവലാണ്. ഇ. സന്തോഷ് കുമാർ എന്ന എഴുത്തുകാരൻ്റെ നോവലാണ് അന്ധകാരനഴി. 2011 തോന്നുന്നു. ഇ. സന്തോഷ് കുമാർ ആ റൈറ്ററെ ഓർത്തിരിക്കുക. അന്ധകാരനഴി ഏത് വിഭാഗത്തിൽ പെടുന്നു? നോവലാണ്. അടുത്ത ചോദ്യം 105. ചെറിയ കാലയളവിൽ നടപ്പിലാക്കിയ പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളിലൂടെ രൂപപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന ചർച്ചാരേഖ ഏത്? എ. പോർട്ട്ഫോളിയോ. ബി. റിഫ്ലക്ഷൻ നോട്ട്. സി. പ്രോഗ്രസ് റിപ്പോർട്ട്. ഡി. ലേണിംഗ് അസസ്മെന്റ്. ഒരു ടീച്ചർ വളരെ കുറച്ച് കാലയളവിനുള്ളിൽ ഒരു കുട്ടിയെ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു രേഖ, അതിനെ നമ്മൾ റിഫ്ലക്ഷൻ നോട്ട് എന്ന് പറയും. പോർട്ട്ഫോളിയോ അല്ല, അത് ബയോഡേറ്റ പോലെ തയ്യാറാക്കുന്നതാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് അറിയാമല്ലോ എന്താണെന്ന്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നതാണ്. പ്രോഗ്രസ് റിപ്പോർട്ടല്ല, ലേണിംഗ് അസസ്മെൻറ്റും അല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിഫ്ലക്ഷൻ നോട്ട്. അടുത്ത ചോദ്യം 106. താഴെ പറയുന്നവയിൽ ബോധന ഉദ്ദേശവുമായി പൂർണ്ണമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? എ. പഠിതാക്കൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ പുരോഗമിക്കുന്നത് അവയാണ് ബോധന ഉദ്ദേശങ്ങൾ. ബി. ബോധനത്തിലൂടെ പഠിതാവിനുണ്ടാകുന്ന മാറ്റമാണ് ബോധനോദ്ദേശം. സി. അധ്യാപനത്തിലൂടെ എന്തു നേടാൻ ഉദ്ദേശിക്കുന്നു എന്ന പ്രസ്താവനയാണ് ബോധനോദ്ദേശം. ഡി. ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ ആരാകണമെന്ന് നിശ്ചയിച്ച് രേഖപ്പെടുത്തിയതാണ് ബോധനോദ്ദേശം. താഴെ പറയുന്നവയിൽ ബോധന ഉദ്ദേശവുമായി പൂർണ്ണമായും യോജിക്കാത്ത പ്രസ്താവനയാണ്. യോജിക്കുന്നതല്ല, യോജിക്കാത്ത പ്രസ്താവനയാണ്. അത് നമ്മൾ കുറച്ച് മനസ്സിരുത്തി വായിക്കേണ്ട ഒരു ചോദ്യമാണ്. പഠിതാക്കൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ പുരോഗമിക്കുന്നത് അവയാണ് ബോധനോദ്ദേശങ്ങൾ. ആണല്ലോ, നമ്മളൊരു പാഠം പഠിപ്പിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ബോധനോദ്ദേശം, ആ കുട്ടി എവിടേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇതുമായി യോജിക്കുന്ന പ്രസ്താവനയാണ്. ബോധനത്തിലൂടെ പഠിതാവിനുണ്ടാകുന്ന മാറ്റമാണ് ബോധനോദ്ദേശം. ആണ്, ആ പാഠം പഠിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് എന്ത് മാറ്റമാണോ ഉണ്ടാവേണ്ടത് ആ രീതിയിലാണ് അധ്യാപകൻ അത് പഠിപ്പിക്കേണ്ടത്.
അപ്പോൾ ഓപ്ഷൻ ബി ഇതുമായി യോജിക്കുന്ന പ്രസ്താവനയാണ്. അധ്യാപനത്തിലൂടെ എന്ത് നേടാൻ ഉദ്ദേശിക്കുന്നു എന്ന പ്രസ്താവനയാണ് ബോധനോദ്ദേശം. ഒരു അധ്യാപകൻ പഠിപ്പിച്ച ശേഷം ആ പാഠവുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്ത് കിട്ടി, അതുതന്നെയാണ് ബോധനോദ്ദേശം. ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ ആരാകണമെന്ന് നിശ്ചയിച്ച് രേഖപ്പെടുത്തുന്നതാണ് ബോധനോദ്ദേശം. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഓരോ വിദ്യാർത്ഥിയും എന്തായി തീരണം എന്ന് നിശ്ചയിക്കുന്നതല്ല ബോധനോദ്ദേശം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ ആരാകണമെന്ന് നിശ്ചയിച്ച് രേഖപ്പെടുത്തുന്നതാണ് ബോധനോദ്ദേശം എന്നതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 107. താഴെ പറയുന്നവയിൽ ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ സമീപനങ്ങളിൽ പെടാത്തത് ഏത്? എ. സാമൂഹിക ഇടപഴകലുകൾ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. ബി. സജീവമായ പഠന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അച്ചടക്കരാഹിത്യം ഉണ്ടായില്ല. സി. വളരെ സങ്കീർണമായ പ്രക്രിയകൾ പോലും അവിശ്വസനീയമായ വേഗത്തിൽ സ്വായത്തമാക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ട്. ഡി. സ്വന്തം രീതിയിലുള്ള പഠനത്തിൽ സജീവമായി ഏർപ്പെടുമ്പോഴാണ് കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്നത്. ശരിക്കും ഈ ചോദ്യം നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ട ഒന്നാണ്, എങ്കിൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. താഴെ പറയുന്നവയിൽ ഭാഷാ സമഗ്രതാ ദർശനത്തിൻ്റെ സമീപനങ്ങളിൽ പെടാത്തതേത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ സാമൂഹ്യ ഇടപെടലുകൾ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു കുട്ടിയെ അത് ബാധിക്കുക തന്നെ ചെയ്യും. സജീവമായ പഠന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അച്ചടക്ക രാഹിത്യം ഉണ്ടാവില്ല. ഒരു കുട്ടി സജീവമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ അച്ചടക്ക ബോധം പൂർണ്ണമായും ഉണ്ടാകും. അവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടി സജീവ പഠനത്തിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി ഡിസ്കഷനിൽ ഏർപ്പെടാം, അടുത്ത കുട്ടിയുമായി സംസാരിക്കാം. അങ്ങനെ ഒന്നിലധികം കുട്ടികൾ സംസാരിക്കുമ്പോൾ ക്ലാസ് ചിലപ്പോൾ ചെറിയ രീതിയിൽ നോയ്സി ആകും. അതുകൊണ്ട് ഉത്തരം അതാണ്. മൂന്നാമത്തെ ഓപ്ഷനും കൂടെ നോക്കാം. വളരെ സങ്കീർണമായ പ്രക്രിയകൾ പോലും അവിശ്വസനീയമായ വേഗത്തിൽ സ്വായത്തമാക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. തീർച്ചയായിട്ടും കുട്ടിക്കതുണ്ട്. സ്വന്തം രീതിയിലുള്ള പഠനത്തിൽ സജീവമായി ഏർപ്പെടുമ്പോഴാണ് കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്നത്. സെൽഫ് സ്റ്റഡി അതാണ് ഉദ്ദേശിക്കുന്നത്. അതും ശരിയായ ഉത്തരമാണ്. ഇവിടെ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സജീവമായ പഠന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അച്ചടക്കരാഹിത്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പാഠപുസ്തകങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മികവുകൾ ഉൾപ്പെടാത്തത് ഏത്? എ. വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾ നിറവേറ്റാനുതകും വിധം വഴക്കമുള്ളതാകണം. ബി. കുട്ടികൾക്ക് സ്വന്തം നിലയിലും സ്വന്തം വേഗതയിലും പാഠപുസ്തകവുമായി സംവദിക്കാൻ കഴിയണം. സി. പാഠപുസ്തകം കൂട്ടിച്ചേർക്കലുകൾക്കോ ഒഴിവാക്കലുകൾക്കോ പഴുതില്ലാതാകണം. ഡി. സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിന്ന് സൃഷ്ടാവിന്റെ പദവിയിലേക്ക് കുട്ടിയെ ഉയർത്താൻ കഴിയുന്നതാണ്. ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാഠപുസ്തകങ്ങൾക്കുണ്ടായിരിക്കേണ്ട മികവുകളിൽ ഉൾപ്പെടാത്തതെന്നാണ്. അപ്പം പാഠപുസ്തകങ്ങൾക്ക് എന്തൊക്കെ മികവ് ഉണ്ടാവണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകും വിധം വഴക്കമുള്ളതായിരിക്കണം പാഠപുസ്തകം. അതായത് വിഷയത്തിൽ നിന്ന് കുട്ടിക്ക് കൂടുതൽ അറിവിലേക്ക് പോകാൻ പ്രാപ്തമായ ആശയങ്ങൾ അതിലുണ്ടായിരിക്കണം. അപ്പം അത് ശരിയാണ്. കുട്ടികൾക്ക് സ്വന്തം നിലയിലും സ്വന്തം വേഗതയിലും പാഠപുസ്തകവുമായി സംവദിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഓരോ ക്ലാസ്സിൽ, ഇപ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടിയുടെ പാഠപുസ്തകത്തിൻ്റെ നിലവാരമല്ല 4, അതല്ല 5. അതായത് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ പാഠപുസ്തകങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഉത്തരവും ഇവിടെ ശരിയാണ്. പാഠപുസ്തകം കൂട്ടിച്ചേർക്കലുകൾക്കോ ഒഴിവാക്കലുകൾക്കോ പഴുതില്ലാത്തതാവണം. പാഠപുസ്തകത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം തന്നാൽ കുട്ടിക്ക് അതിൽ കൂട്ടിച്ചേർക്കലുകൾക്ക് അവസരമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പുസ്തകം ശ്രദ്ധിക്കുന്നവർക്കറിയാം കുട്ടിക്ക് അതിൽ കൂട്ടിച്ചേർക്കലുകൾക്ക് അവസരം തീർച്ചയായിട്ടും ഉണ്ട്. സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിന്ന് സ്രഷ്ടാവിൻ്റെ പദവിയിലേക്ക് കുട്ടിയെ ഉയർത്താൻ കഴിയണം. തീർച്ചയായിട്ടും പാഠപുസ്തകങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ ഇതിലേതാണെന്ന് തോന്നുന്നു ഉത്തരം? ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഓപ്ഷൻ സി ആണ്. അതായത് പാഠപുസ്തകം കൂട്ടിച്ചേർക്കലുകൾക്കോ ഒഴിവാക്കലുകൾക്കോ പഴുതില്ലാത്തതാവണം. അതാണ് ഇതിൽ മികവുകളിൽ ഉൾപ്പെടാത്തത്. അതൊരു മികവാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. അടുത്ത ചോദ്യം 109. കൊള്ളാനൊന്നു കൊടുക്കാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയ പനിനീർ തോപ്പിൽ. ഇത് ആരുടെ വരികളാണ്? എ. വയലാർ രാമവർമ്മ, ബി. ഇടശ്ശേരി, സി. വൈലോപ്പിള്ളി, ഡി. ബാലാമണി അമ്മ. വരികളൊന്നും നമുക്ക് കാണാതെ പഠിച്ചു വെക്കാനൊന്നും പറ്റില്ല. അതിന് കുറച്ച് വായന ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ നോവലായാലും ചെറുകഥയായാലും കവിതയായാലും നമുക്ക് കുറച്ച് റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഉത്തരം ആ വരികളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. കൊള്ളാനൊന്നു കൊടുക്കാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരനെ മുത്തും മാനവ ഹൃദയ പനിനീർ പൂന്തോപ്പിൽ. ഇത് ബാലാമണി അമ്മയുടെ വരികളാണ്. പാവം മാനവ ഹൃദയം എന്ന ബാലാമണി അമ്മയുടെ കവിതയിലുള്ള വരികളാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാലാമണി അമ്മ.
അടുത്ത ചോദ്യം 110. ചുവടെ പിരിച്ചെഴുതിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? എ തീനാളം, തീ പ്ലസ് നാളം. ബി തീപ്പെട്ടി, തീ പ്ലസ് പെട്ടി. സി തീക്കാറ്റ്, തീ പ്ലസ് കാറ്റ്. ഡി തീപ്പന്തം, തീ പ്ലസ് പന്തം. വളരെ ലളിതമായൊരു ചോദ്യമാണെന്ന് തോന്നുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? നമുക്ക് പിരിച്ചെഴുതാൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഉത്തരം കിട്ടും. തീ നാളം, തീ നാളം, തീപ്പെട്ടി, തീ അധികം പെട്ടി. അവിടെ എന്ത് വന്നിരിക്കുന്നു എന്ന് നോക്കണം. തീ അധികം പെട്ടി, തീപ്പെട്ടി വന്നപ്പോൾ പകാരം ഇരട്ടിച്ചു. തീ കാറ്റിലും കകാരം ഇരട്ടിച്ച് ഇക്കയായി. തീ പന്തത്തിലും പകാരം ഇരട്ടിച്ച് ഇപ്പയായി. അതായത് ഓപ്ഷൻ ബി, സി, ഡി ഇത് മൂന്നും ദ്വിത്വസന്ധിയിലാണ് ഉൾപ്പെടുന്നത്. വർണ്ണങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓപ്ഷൻ എ നോക്കൂ, തീ അധികം നാളം, തീ നാളം. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താമെന്ന് തോന്നുന്നു. ഓപ്ഷൻ എ തീ നാളം ആണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം 111. കൂമൻ കൊല്ലി എന്ന നോവൽ എഴുതിയതാര്? എ നാരായൺ, ബി പി വത്സല, സി കെ ജെ ബേബി, ഡി ഒ കെ ബേബി. ജോഡി. കൂമൻ കൊല്ലി എന്ന നോവൽ എഴുതിയതാര്? ഈ പറയുന്നവരെല്ലാം ആദിവാസി ഗോത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ നോവലുകൾ എഴുതിയ ആൾക്കാരാണ്. നാരായൺ, വത്സല, കെ ജെ ബേബി, ഒ കെ ജോണി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പി വത്സല. അടുത്ത ചോദ്യം വായിക്കാം. പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന കുട്ടിയോട് ഭാഷാ പഠന ക്ലാസ്സിൽ സ്വീകരിക്കേണ്ട ശരിയായ സമീപനം ഏത്? എ തുടക്കത്തിൽ തന്നെ തിരുത്തി മാനക ഭാഷ സംസാരിക്കാൻ നിർബന്ധിക്കണം. ബി പ്രാദേശിക ഭാഷ പ്രയോഗിക്കുന്നത് തടസ്സപ്പെടുത്താതെ മാനക ഭാഷ പ്രയോഗിക്കാൻ പ്രത്യേകമായി പഠിപ്പിക്കണം. സി പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾക്ക് സമാനമായ മാനക ഭാഷാ പ്രയോഗങ്ങൾ ഗൃഹപാഠമായി നൽകണം. ഡി ഭാഷാ പ്രയോഗത്തിൽ ആത്മവിശ്വാസം വന്നെന്നുറപ്പായ ശേഷം മാനക ഭാഷ പരിചയപ്പെടാനും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താനും അവസരം നൽകണം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്കാണ് നമ്മൾ കുറച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടത്, സമയം കണ്ടെത്തേണ്ടത്. പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന കുട്ടിയോട് ഭാഷാ പഠന ക്ലാസ്സിൽ സ്വീകരിക്കേണ്ട ശരിയായ സമീപനം എന്ത്? കുട്ടി അവൻ്റെ ഭാഷ ഉപയോഗിച്ച് അവൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് സംസാരിക്കരുത് എന്ന് പറഞ്ഞല്ല അവനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജ് പഠിപ്പിക്കേണ്ടത്. പകരം അവൻ അവൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നതോടൊപ്പം ഇങ്ങനെയാണ് അത് പറയേണ്ടത്. അപ്പോഴാണല്ലോ നമ്മുടെ മാതൃഭാഷ പറഞ്ഞിട്ട് മറ്റൊരു ഭാഷ ഇങ്ങനെയാണ് അങ്ങനെ എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ മനസ്സിലാവാം. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? ഓരോ ഓപ്ഷൻ നമുക്ക് നോക്കാം. തുടക്കത്തിൽ തന്നെ തിരുത്തി മാനക ഭാഷ സംസാരിക്കാൻ നിർബന്ധിക്കണം. പ്രാദേശിക ഭാഷ അവനെ തിരുത്തണം അല്ലെങ്കിൽ നിരോധിക്കണം. അത് തെറ്റാണ്. അവൻ അത് പറഞ്ഞിട്ട് ഇത് പറയണം എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രാദേശിക ഭാഷ പ്രയോഗിക്കുന്നത് തടസ്സപ്പെടുത്താതെ മാനക ഭാഷാ പ്രയോഗങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കണം. പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾക്ക് സമാനമായ മാനക ഭാഷാ പ്രയോഗങ്ങൾ ഗൃഹപാഠമായി നൽകണം. അതും നല്ലൊരു രീതിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനയാണ്. ഭാഷാപ്രയോഗത്തിൽ ആത്മവിശ്വാസം വന്നു എന്നുറപ്പായ ശേഷം മാനക ഭാഷ പരിചയപ്പെടാനും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താനും അവസരം നൽകണം. അതും ശരി തന്നെയാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും യോജിക്കുന്ന രീതിയാണ് നമുക്ക് വേണ്ടത്. അത് ഓപ്ഷൻ ബി ആണ്. പ്രാദേശിക ഭാഷ പ്രയോഗിക്കുന്നത് തടസ്സപ്പെടുത്താൻ പാടില്ല. പകരം അവനെ അതേസമയം മാനക ഭാഷയിലെ പ്രയോഗങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുകയും വേണം. അടുത്ത ചോദ്യം 113. സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് എന്ന രീതിയിലുള്ള ഭാഷാ പഠന മാതൃക ഏത്? എ അക്ഷരം, പദം, വാക്യം, ആശയം. ബി ആശയം, വാക്യം, പദം, അക്ഷരം. സി അക്ഷരം, ആശയം, പദം, വാക്യം. ഡി പദം, വാക്യം, ആശയം, അക്ഷരം. സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് എന്ന രീതിയിലുള്ള ഭാഷാ പഠന മാതൃകയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ എഴുതും സിമ്പിൾ ടു കോംപ്ലക്സ് എന്നോ കോംപ്ലക്സ് ടു സിമ്പിൾ എന്നോ ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് കോംപ്ലക്സ് ടു സിമ്പിൾ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പണ്ടേ അനുവർത്തിച്ച് വരുന്ന ഒരു പഠന സമ്പ്രദായം എന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. നമ്മളൊരു കുഞ്ഞിനെ ആദ്യം അക്ഷരം പഠിപ്പിക്കും, പിന്നെ വാക്കുകൾ പഠിപ്പിക്കും, പിന്നെ വാക്യം പഠിപ്പിക്കും, പിന്നെയാണ് ആശയം എന്ന തലത്തിലേക്ക് പോവാം ആണല്ലോ. പക്ഷേ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത് പലപ്പോഴും കോംപ്ലക്സ് ടു സിമ്പിളാണ്. എന്ന് വെച്ചാൽ കുട്ടിയെ ആദ്യം ആശയം പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് കുട്ടിയെ സെൻറ്റൻസ് വാക്യം പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് പദത്തിലേക്ക് വരുന്നു, അങ്ങനെ അക്ഷരത്തിലേക്ക് വരുന്ന ഒരു രീതി. എളുപ്പം കുട്ടിക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പുതിയ പഠന സമ്പ്രദായങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ മലയാളം ആയിരിക്കും നിങ്ങളെ ചിലപ്പോൾ വലച്ചിരിക്കുക. സമഗ്രതയിൽ നിന്ന് ഘടകത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ കോംപ്ലക്സ് ടു സിമ്പിൾ എന്നുള്ളതാണ്.
അപ്പോൾ അറിയാലോ, നമ്മൾ ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ പോലെയേ ഉള്ളൂ. അത് ഉത്തരം ഏതായിരിക്കും? കോംപ്ലക്സ് ടു സിമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യം ആശയം, ദെൻ വാക്യം, പദം, അക്ഷരം, അങ്ങനെ പോകും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആശയം, അടുത്ത വാക്യം, പദം, അക്ഷരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രക്രിയാധിഷ്ഠിത പഠനത്തിൽ അക്ഷരജ്ഞാനത്തിന്റെ കാര്യത്തിൽ സ്വീകാര്യമല്ലാത്ത രീതി. എ. രസകരവും താല്പര്യജനകവുമായ ഗീതങ്ങൾ, വായ്ത്താരികൾ, നാവ് വഴങ്ങാനുള്ള പാട്ടുകൾ തുടങ്ങിയവ ആവർത്തിച്ച് കേൾപ്പിക്കൽ. ബി. ചാർട്ടുകളും വലിയ പുസ്തകങ്ങളും വായനാ വസ്തുത എല്ലാവരെയും കാണത്തക്ക വിധം പ്രദർശിപ്പിച്ച് ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കൽ. സി. പദങ്ങൾ ആവർത്തിച്ച് എഴുതിച്ച ശേഷം കാണാതെ എഴുതിക്കൽ. ഡി. ടീച്ചർ നിർദ്ദേശിക്കുന്നതിന് പകരം കുട്ടികൾ അവർക്കിഷ്ടമുള്ള പദങ്ങൾ വായനാ സാമഗ്രിയിൽ നിന്ന് കണ്ടെത്തൽ. ഇതും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. പ്രക്രിയ അധിഷ്ഠിത പഠനത്തിൽ, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, അക്ഷരജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ സ്വീകാര്യമല്ലാത്ത രീതി ഏത് എന്നുള്ളതാണ്. രസകരവും താല്പര്യജനകവുമായ ഗീതങ്ങൾ, വായ്ത്താരികൾ, നാവ് വഴങ്ങാനുള്ള പാട്ടുകൾ തുടങ്ങിയവ ആവർത്തിച്ച് കേൾപ്പിക്കൽ. അങ്ങനെ കേൾക്കുന്നതിലൂടെ കുട്ടി അക്ഷരങ്ങൾ തെറ്റിപ്പോയാൽ അത് ഏതക്ഷരമാണ് തെറ്റിയതെന്ന് പഠിക്കും. അപ്പോൾ തീർച്ചയായും അക്ഷരജ്ഞാനം കുട്ടിക്കുണ്ടാവും. അപ്പോൾ അത് ശരിയാണ്. ചാർട്ടുകളും വലിയ പുസ്തകങ്ങളും വായനാ വസ്തുത എല്ലാവരും കാണത്തക്ക വിധം പ്രദർശിപ്പിച്ച് ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കൽ. അതൊന്ന് ഓർത്തു നോക്കണം. ടീച്ചർ തന്നെ ഒരു വലിയ ചാർട്ടായിട്ട് അക്ഷരങ്ങളോ അതൊക്കെ എഴുതിയിട്ട് ഉച്ചത്തിൽ കുട്ടിയെ വായിച്ചു മാത്രം കേൾപ്പിക്കുകയാണ്. അവിടെ ഒരു സാധ്യതയുണ്ട്, കുട്ടി ഇത് നോക്കാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് എഫക്റ്റീവായൊരു മെത്തേഡ് അല്ല. അടുത്ത സി. പദങ്ങൾ ആവർത്തിച്ച് എഴുതിച്ച ശേഷം കാണാതെ എഴുതിക്കൽ. നമ്മുടെ ഡിക്റ്റേഷൻ പോലെ, കേട്ടെഴുത്ത് പോലെ ഒരു പ്രക്രിയ. അത് തീർച്ചയായിട്ടും കുട്ടിയെ അക്ഷരജ്ഞാനത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ടീച്ചർ നിർദ്ദേശിക്കുന്നതിന് പകരം കുട്ടികൾ അവർക്കിഷ്ടമുള്ള പദങ്ങൾ വായനാ സാമഗ്രിയിൽ നിന്ന് കണ്ടെത്തൽ. ഇപ്പം അങ്ങനെയാണ് ചെയ്യുക. ഒരു പാഠം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു അക്ഷരം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പദങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താൻ പറയാം. അതും കുട്ടി വാക്കുകൾ ശ്രദ്ധിക്കാനും അതിലൂടെ അക്ഷരങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ എയും സിയും ഡിയും ശരിയാണ്. ഇതിൻ്റെ ഉത്തരം ബി ആണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആര്? എ. തകഴി ശിവശങ്കരപിള്ള, ബി. ഒ. വി. വിജയൻ, സി. ONV കുറുപ്പ്, ഡി. ജി. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക്? നമ്മൾ സ്വാഭാവികമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കൊക്കെ കിട്ടിയെന്ന് പഠിച്ചിരുന്നാൽ ഇതിൻ്റെ ഉത്തരം എളുപ്പമാണ്. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കണുണ്ടോ? നമുക്ക് അതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിരുന്നിട്ടുണ്ടാവും. 5 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. തുടർന്ന് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി, തകഴി ശിവശങ്കരപിള്ളയ്ക്ക് കിട്ടി, MD വാസുദേവൻ നായർ, ONV കുറുപ്പ്, 5 പേർക്ക് കിട്ടി. ഈ 5 പേരിൽ ഇല്ലാത്ത ആൾ ഒരാളെ ഇവിടെ ഉള്ളൂ, അത് OV വിജയനാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി, OV വിജയൻ. ചോദ്യം 116. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ്? എ. അധ്യായനം, ബി. അധ്യായനം, സി. അധ്യയനം, ഡി. അധ്യയനം. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ചോദ്യമേ അല്ല അത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ആദ്യത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും തെറ്റ് തന്നെയാണെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അധ്യായനം എന്ന് നമ്മൾ പറയില്ല, അധ്യയനം, അധ്യയന വർഷം എന്നേ പറയുള്ളൂ, അധ്യായനം എന്ന് പറയില്ല. അപ്പം ഓപ്ഷൻ ഡി, അധ്യയനം ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 117. സ്വാഗതം കുഞ്ഞിക്കാറ്റെ, പൊന്നിളം കാറ്റെ, നിന്റെ ആഗമനം പ്രതീക്ഷിച്ചു തന്നെ ഞാനിരിക്കുന്നു. ഈ വരികളുടെ സമാന താളമുള്ള വരികൾ കണ്ടെത്തുക. എ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും മധുകളി നിങ്ങളെത്താൻ. ബി. വത്സ സൗമിത്രേ, കുമാര നീ കേൾക്കണം മത്സരമാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. സി. വരണം വരൻ മാത്രം ആസന്നമായി പോയി, വരണം സനാതന നിയമം ലംഘിക്കാം. ഡി. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം മാശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കണ്ടാൽ കൊതിയമാണ്. ഇത് എല്ലായ്പ്പോഴും ഉറപ്പായൊരു ചോദ്യമാണ്, പക്ഷെ എങ്കിലും നമ്മളൊക്കെ തെറ്റിക്കുന്ന ഒരു ചോദ്യവുമാണത്. സ്വാഗതം കുഞ്ഞിക്കാറ്റെ, പൊന്നിളം കാറ്റെ, നിന്റെ ആഗമം പ്രതീക്ഷിച്ചു തന്നെ ഞാൻ ഇരിക്കുന്നത് സിസ്റ്റർ മേരി ബനീച്ചയുടെ കവിതയാണ്. ഇതിന് സമാന താളത്തിൽ താഴെ തന്നിരിക്കുന്ന വരികൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സാധാരണഗതിയിൽ പലരും അക്ഷരങ്ങൾ എണ്ണിയാണ് സമാന താളത്തിലുള്ള വരി കണ്ടുപിടിക്കുന്നത്. അത് ചെയ്യരുത്. അത് ചിലപ്പോൾ ശരിയാവാം, പക്ഷേ എല്ലായ്പ്പോഴും ശരിയാവണം എന്നില്ല. അതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കുകയേ ചെയ്യരുത്. സമാനത്താളം, അപ്പം നമ്മുടെ മനസ്സിൽ അതിനൊരു താളം ഉണ്ടാവണം. ഈ വരികളെ നമ്മളൊരു താളബോധത്തോടു കൂടി മനസ്സിൽ വായിക്കാം.
എന്നിട്ട് അതേ താളം വെച്ച് ബാക്കി താഴെയുള്ള വരികൾ വായിച്ചാൽ മതിയാവും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ താളത്തിന് ഏതാണോ ആപ്റ്റായിട്ട് വരുന്നത് അത് തന്നെയാണ് ഉത്തരം. ഉദാഹരണത്തിനൊന്ന് വായിക്കാൻ നോക്കൂ. സ്വാഗതം കുഞ്ഞിക്കാറ്റേ പൊന്നിളം കാറ്റേ നിന്റെ ആഗമം പ്രതീക്ഷിച്ചു തന്നെ ഞാനിരിക്കുന്നു. ഇതേ ഇണത്തിൽ നമുക്ക് വായിച്ചു നോക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും. പിന്നെ നമുക്ക് കിട്ടില്ല, ഇണം പോയി, അപ്പം അതല്ല. വത്സ സൗമിത്രേ അതുവരെ പോകുള്ളൂ. ഒരു വരി പോലും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല ആ ഈണത്തിൽ. അടുത്ത നോക്കൂ, ഓപ്ഷൻ സി. വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ. ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ സി ആണ് ഉത്തരം. വെറുതെ നമുക്ക് ഡി കൂടെ വായിച്ചു നോക്കാം, ശരിയാവില്ല അത്. വിശപ്പി അത് ഒരു വാക്ക് പോലും നമുക്ക് ആ ഈണത്തിൽ വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിൽ നമ്മൾ ഒരു ഈണം, നമ്മുടേതായ ഒരു ഈണം കൊടുക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ ആ ഈണത്തിൽ വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും. വളരെ എളുപ്പത്തിൽ നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ ദയവ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അക്ഷരങ്ങൾ എണ്ണി നോക്കരുത്. പലരും അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം 118. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അനുവർത്തിക്കേണ്ടത് ഏത്? എ. അനുരൂപീകരണം. ബി. ബഹു ഇന്ദ്രിയാധിഷ്ഠിത സമീപനം. സി. റിസോഴ്സ് അധ്യാപകരുടെ സേവനം ലഭ്യമാക്കൽ. ഡി. ഇവയല്ല. താഴെ പറയുന്നവയിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പ്രക്രിയ എന്നല്ലേ? അതെ അതെ. താഴെ പറയുന്നവയിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ അനുവർത്തിക്കേണ്ടത് എന്താണ് എന്നാണ്. അനുരൂപീകരണം, ബഹു ഇന്ദ്രിയാധിഷ്ഠിത സമീപനം, റിസോഴ്സ് അധ്യാപകരുടെ സേവനം ലഭ്യമാക്കൽ, ഇതെല്ലാം ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് ആവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ് ഉത്തരം. ഇനി 119 ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ വാക്യം കണ്ടെത്തുക. എ. ജനന മരണങ്ങൾക്കിടയിലെ അനർഘ നിമിഷമാണ് ജീവിതം. ബി. പ്രഭാതത്തിൽ താമര വിടരും ആമ്പൽ കൂമ്പുകയും ചെയ്യുന്നത് പതിവാണ്. സി. അനേകം മഹത്തുക്കൾ വന്ന് പിറന്നതിന് കാരണമായ ഈ ഭൂമി അവർക്ക് ജന്മം നൽകിയതിനാൽ ധന്യയാണ്. ഡി. ആശ്രമ കവാടത്തിൽ നിന്ന് തേജസ്സാർന്ന രൂപം കണ്ട ഭക്തരെ കോരിത്തെരിച്ചു. ചുവടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ശരിയായ വാക്യം, സെൻറ്റൻസ് മേക്കിംഗ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ ഒന്ന് ഒറ്റ വായനയിൽ തന്നെ, നമ്മുടെ മാതൃഭാഷയാണല്ലോ മലയാളം, അപ്പോൾ ഒറ്റ വായനയിൽ തന്നെ നമുക്കത് കിട്ടും. വായിച്ചു നോക്കാം. ജനന മരണങ്ങൾക്കിടയിലെ അനർഘ നിമിഷമാണ് ജീവിതം. ആ വാക്യത്തിൽ വലിയ തെറ്റുകളുള്ളതായിട്ട് നമുക്ക് വായനയിൽ തോന്നുന്നില്ല. പ്രഭാതത്തിൽ താമര വിടരും ആമ്പൽ കൂമ്പുകയും, അവിടെ തെറ്റുണ്ട്. പ്രഭാതത്തിൽ താമര വിടരുകയും ആമ്പൽ കൂമ്പുകയുമായിരുന്നെങ്കിൽ ശരിയായിരുന്നു. അപ്പം ബി തെറ്റ് തന്നെയാണ്. അനേകം മഹത്തുക്കൾ വന്നു പിറന്നതിന് കാരണമായ ഈ ഭൂമി അവർക്ക് ജന്മം നൽകിയതിനാൽ ധന്യയാണ്. ആ ഒരു വാക്യത്തിൽ ഒരു പൊരുത്തക്കേട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അതും തെറ്റ് തന്നെയാണ്. ഇനി ഓപ്ഷൻ ഡി, ആശ്രമ കവാടത്തിൽ നിന്ന് തേജസ്സാർന്ന രൂപം കണ്ട ഭക്തനെ കോരിത്തെരിച്ചു. തെറ്റല്ലേ? ഭക്തനെ കോരിത്തെരിച്ചു നമ്മൾ പറയുമോ? ഭക്തൻ കോരിത്തെരിച്ചു എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ വാക്യം? ഓപ്ഷൻ എ ആണ്. ജനന മരണങ്ങൾക്കിടയിലെ അനർഘ നിമിഷമാണ് ജീവിതം. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 120. ഗുരുഭക്തി എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം ഏത്? എ. ഗുരുവും ഭക്തിയും. ബി. ഗുരുവിന്റെ ഭക്തി. സി. ഗുരുവാലുള്ള ഭക്തി. സി. ഗുരുവാനുള്ള ഭക്തി. ഡി. ഗുരുവിനോടുള്ള ഭക്തി. ഗുരുഭക്തി എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അവന് നല്ല ഗുരുഭക്തി ഉണ്ട് എന്ന് വെച്ചാൽ ഗുരുവിനോട് ഭക്തി ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമല്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗുരുഭക്തി എന്ന് വെച്ചാൽ വിഗ്രഹിക്കുമ്പോൾ ഗുരുവിനോടുള്ള ഭക്തി എന്നാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ഗുരുവിനോടുള്ള ഭക്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും കേട്ടിട്ട് എഴുതിയ എല്ലാവർക്കും അത് കിട്ടട്ടെ, വിജയം ആശംസിക്കുന്നു. ഹൈബ്രിഡിൻ്റെ വകയായി ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വളരെ നേരത്തെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.